നമുക്കിന്ന് ഗ്രീൻ പീസ് മുട്ട മസാല തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി തക്കാളി ഉടഞ്ഞു വരുന്നവരെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പച്ചമുളക് ഇത്രയും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഉടച്ച് വേവിക്കാതെ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം എല്ലാം കൂടെ കൂടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. ഇതിലേക്ക് ഇനി മല്ലിയില, പുതിനയില ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. താങ്ക്